ക്യാൻസർ ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ എസ്പെഷ്യലി ഓഗസ്റ്റിൻ്റെ മെസ്സേജിൽ നിങ്ങളുടെ എനർജിയിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ട് അതിൽ കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നുണ്ടാവും, പക്ഷേ എവിടെയോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ആയിട്ട് ഒരു തടസ്സം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഗൈഡൻസ് ആണ് തരാൻ പോണത്. ഈ ഗൈഡൻസ് എന്താണ്, ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾക്ക് നോക്കാം എന്താ ഗൈഡൻസ് പറയണമെന്ന്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് തുടങ്ങാം. ഈ റീഡിങ്ങിനെ സ്റ്റാർട്ട് ടു എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ ഈ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ് തുടങ്ങിയിട്ട് എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ, ഇത് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ് ഇത്. അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് മെസ്സേജിൽ, ഇല്ല വെച്ചാൽ ഇമെയിൽ അയക്കാം. ആൻഡ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങളുടെ റീഡിങ്ങിൽ ഞാൻ കാണുന്നത് കറണ്ട് എനർജി ഓഗസ്റ്റിൻ്റെ ഇവിടെ ഒരു എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റോപ്പ് ആയ മാതിരി, ഒരു സിറ്റുവേഷനിൽ ഒരു പ്രോഗ്രസ് ഇല്ലാത്ത മാതിരിയാണ് കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ മാരേജിലാവാം, ഇല്ലച്ച ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഫാമിലി മാറ്റേഴ്സ്, ഫാമിലിയുടെ കാര്യം, അതിലെ ഫാമിലി കാര്യത്തിലൊന്നും ഒരു പ്രോഗ്രസ് ഇല്ലാത്ത മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് നോക്കാം. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ആയ പോലെ, ആൻഡ് ഈ ബ്ലോക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് നോക്കാം എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലോക്ക് കാണുന്നത്? അപ്പോൾ ഇവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കണത്. ഓക്കെ, ഇപ്പോൾ ചിലവർക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം കാര്യങ്ങൾ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് നിങ്ങളുടെ എനർജിയിൽ കാണുന്നത്. അപ്പോൾ അതും ആവാം, ചിലവർക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസ് ആവാം. പക്ഷേ ചില വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആവാം. ഒരു മാരേജിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ആവാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോൾ കാണുന്നത് ഒരു ഹീലിംഗ് ഫേസിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ഫീൽ ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സെപ്പറേറ്റഡ് ആവാം. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ഇവിടെ ഞാൻ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഒരു സ്റ്റേബിൾ എനർജി, ഒരു പുതിയ ജോലി ആവാം, അല്ലാച്ച ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജി ആവാം. പക്ഷേ ഇവിടെ ഒരു പേടിയുടെ എനർജി, ഒരു ഫിയറിൻ്റെ എനർജിയും കാണാണ്ട്. എന്താണ് ഈ ഫിയർ, എന്തുകൊണ്ടാണ് ഈ എനർജി കാണുന്നത്? എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ പാസ്റ്റിലും ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഫിയർ ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ മുമ്പത്തെ മാതിരി അല്ല, ഈ ജോബിൽ സിറ്റുവേഷൻ മുമ്പത്തെ മാതിരി അല്ല. അപ്പോൾ എന്തോ ഒരു ഫിയർ മുമ്പേയും ഉണ്ടായിരുന്നു. മേ ബി ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ മാസം ഞാനൊരു ഹീലിംഗ് എനർജി കാണുന്നത്, ഒരു സെപ്പറേറ്റഡ് എനർജി കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അതെല്ലാം ശരിയാവും എന്ന്. അപ്പോൾ യെസ്, ഞാനിവിടെ കാണുന്നത് മുമ്പോട്ടേക്ക് പോണ എനർജിയാണ്. എന്തോ ഒരു സിറ്റുവേഷനിൽ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ തുടങ്ങണു. ബട്ട് അഗൈൻ ഇവിടെ ഞാനൊരു പേടിയുടെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഒരു റെക്ലെസ് എനർജിയാണ് കാണുന്നത്, സെൽഫ് സാബോട്ടാജ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് വേണം മുമ്പോട്ടേക്ക് പോവുക. തീരുമാനങ്ങൾ എടുക്കണതും കുറച്ച് ആലോചിച്ചിട്ട് വേണം. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് കുറച്ച് നല്ല പോലെ എല്ലാം സിറ്റുവേഷൻസിന് നോക്കിയിട്ട് വേണം മുമ്പോട്ട് പോവാൻ. അങ്ങനെ ഒരു അഡ്വൈസാണ് വരണത്. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജി ഉണ്ട്.
എന്തോ ഒരു സിറ്റുവേഷൻ മുമ്പോട്ട് പോയിട്ടും അത് നിങ്ങളുടെ ഫേവറിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരണു. ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരണു. അത് ഇതിൽ ഫ്യൂച്ചർ ഉണ്ടോ, അത് എനിക്കിങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ, അതല്ല ഇത് ഇവിടെ തന്നെ വിടണോ. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം നിങ്ങൾ ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്? നിങ്ങൾക്ക് കുറേ ബേർഡൻസ് ഉണ്ട്, ബാഗേജ് ഉണ്ട്. നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എത്രയും ബേർഡനിങ് ആയിട്ടും നിങ്ങളത് സഹിക്കുകയാണ്. എസ്പെഷ്യലി ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസ് കാണുന്നുണ്ട്, വഴക്കിൻ്റെ എനർജി കാണുന്നുണ്ട്, കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷൻ്റെ എനർജി കാണുന്നുണ്ട്, ഓഫീസ് പോളിറ്റിക്സ് ഉണ്ട്, റിലേഷൻഷിപ്പിൽ വഴക്കുണ്ടാവുന്ന എനർജി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സ് പറയാൻ നോക്കണത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരിക്കണോ, ലൈക്ക് അത്രയും നിങ്ങൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് എന്താ പറയണേ? നിങ്ങൾക്ക് അഡ്വൈസ് പറയണത് എന്താ വെച്ചാൽ, കുറച്ചൊരു ലോ സെൽഫ് കോൺഫിഡൻസ് എനർജി കാണാണ്ട്, ഒരു ലോസും റിജക്ഷൻ്റെ എനർജി കാണാണ്ട്, അതിന് നിങ്ങൾക്ക് പുറത്തു വരാമെന്നാണ് യൂണിവേഴ്സ് പറയണത്. കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. അവിടെ നിങ്ങൾ വർക്ക് ചെയ്താൽ ഞാൻ കാണുന്നത് ഇവിടെ സെൽഫ് ലവിൻ്റെ എനർജി ഉണ്ട്. ഒരു ഇമോഷണൽ ബാലൻസ് വെക്കാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ കരിയറിൽ ഇപ്രാവശ്യം കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് പറയണേ. എന്താ വെച്ചാൽ ആ ഏരിയയിൽ എന്തോ ഒരു പ്രോഗ്രസ് നല്ല പോലെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ കുറച്ച് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും. നിങ്ങളുടെ എനർജി വേറെ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടും. ഈ സിറ്റുവേഷനിൽ അത്ര നിങ്ങൾക്ക് അപ്സെറ്റ് ആവാനുള്ള സമയം ഉണ്ടാവില്ല. ബട്ട് അത് ഉണ്ടായിട്ടും ഞാൻ ചില വഴക്ക് കാണുന്നുണ്ട്, ചില ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, എവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് പ്രാക്ടിക്കലായിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുക. ചിലവർക്ക് ഇവിടെ അഡ്വൈസ് പറയണത് ലോയറിനെ കോണ്ടാക്ട് ചെയ്യാനാണ്. ഓക്കെ, ലോയർ റിലേറ്റഡ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ, ഒരു ഡോക്ടർ, കൗൺസിലർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കാനാണ് അഡ്വൈസ് പറയണേ. അപ്പോൾ സർപ്രൈസ് ഫാക്ടർ എന്താണ്? നിങ്ങൾക്ക് സർപ്രൈസ് ഫാക്ടർ ഇവിടെ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ, എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ പുതിയ ബിഗിനിങ് എന്തായിരിക്കും? അപ്പോൾ ഇത് നിങ്ങളുടെ ഇമോഷണൽ സ്പിരിച്വൽ ബിഗിനിങ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എവിടെയോ ഇൻറ്റ്യൂട്ടീവ്ലി അറിയണ്ടായിരുന്നു ഇത് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന്. അവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണ ലൈഫിൽ. ഈ പുതിയ തുടക്കം നിങ്ങളെ ലൈഫിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരണ ഒരു തുടക്കമാണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളത് എംബ്രേസ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോവാണ്. കുറേ സക്സസിൻ്റെ എനർജി ഉണ്ട്, ട്രാവൽ എനർജി ഉണ്ട്. നിങ്ങളുടെ ഔട്ട്കം വരണത് ഓവർ തിങ്കിങ്ങിൻ്റെ ഔട്ട്കമാണ്. കുറേ സ്ട്രെസ് എടുക്കണു, നിങ്ങൾ കുറേ ഓവർ തിങ്ക് ചെയ്യണു, കുറേ വറീസ് ഉണ്ട്, രാത്രി ഉറക്കമില്ല. പക്ഷേ യൂണിവേഴ്സ് പറയണത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതൊരു ഇമോഷണൽ ബിഗിനിങ് ആണ്, റൊമാൻറ്റിക് ബിഗിനിങ് ആണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് കുറേ ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ബിഗിനിങ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ആ പുതിയ തുടക്കത്തിൻ്റെ അടുത്തേക്ക് പോകാനാണ് പറയണേ. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് ഇവിടെ അഡ്വൈസ് പറയണേ. ഔട്ട്കമും അത് തന്നെയാണ് കാണിക്കണത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? ഇവിടെ മെസ്സേജ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബർഡൻഡ്, റിലീസ് ദ ഗ്രിപ്പ്. ഓക്കെ, ഇത് ഞാൻ ഹിന്ദി ചാനലിലും ഇതന്നെയാണ് കാർഡ് വന്നിരിക്കണേ. റിലീസ് ദ ഗ്രിപ്പ്. അപ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ നോക്കരുത് ലൈഫിൽ. ഓക്കെ, ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ തുടങ്ങും, എൻഡാവും. അത് ഡെസ്റ്റിനിയാണ്. നമ്മൾക്ക് ചില സമയത്ത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായേ, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആ സമയത്ത് ചിലപ്പോൾ കിട്ടില്ല. പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ആ ഫെയ്ത്ത് വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുക അത് ഇതുണ്ടായത് ഇതാണ് കാരണം. ഓക്കെ, ചിലപ്പോൾ ആ ആൻസേഴ്സ് ഇമ്മീഡിയറ്റ്ലി എല്ലാവർക്കും കിട്ടില്ല. പക്ഷേ ആ ഫെയ്ത്ത് വെച്ച് മുമ്പോട്ട് പോയാൽ എവിടെയോ നിങ്ങൾക്ക് ആ ആൻസേഴ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് വെക്കണം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്ലാൻ തന്നെ വേറെ മാതിരിയാണ്. നമ്മൾ പ്ലാൻ ചെയ്യണ മാതിരി ആയിരിക്കില്ല ചിലപ്പോൾ യൂണിവേഴ്സ് നമ്മൾക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരുത്തുക. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് വെച്ചിട്ടേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
നമ്മൾക്ക് നമ്മളുടെ ലൈഫിനെ എല്ലാം തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിലീസ് ദ ഗ്രിപ്പ് പറയണേ. നമ്മൾ റിലീസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക, മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേറെ ഒരു ഒറക്കിൾ മെസ്സേജ് എടുത്ത് നോക്കാം. ഇവിടെ വന്നിരിക്കണേ ഫൊർഗിവ്നെസ്. അപ്പോൾ ഫൊർഗിവ്നെസ് വയ്ക്കുക. എസ്പെഷ്യലി നമ്മൾക്ക് നമ്മളെ തന്നെ ഫൊർഗിവ് ചെയ്യാൻ അറിയണം. നമ്മൾ കുറേ സെൽഫ് ക്രിട്ടിക്കൽ ചിലപ്പോൾ ആവുമ്പോൾ അത് ഒരു ബർഡൻ ആണ്, അതൊരു ബ്ലോക്ക് ആയിരിക്കാം. അതല്ലാണ്ട് വേറെ ആൾക്കാരെയും ഫൊർഗിവ് ചെയ്യാൻ നമ്മൾക്ക് ആ മനസ്സ് വേണം. അപ്പോൾ അതാണ് മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് പറയണത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ ഫർഗിവ് എന്ന് കമൻസിൽ എഴുതുക. ആൻഡ് പേഴ്സണൽ നിങ്ങൾക്ക് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.